വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് മക്രോണി പാസ്ത ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ മക്രോണി പാസ്ത എടുത്തിട്ടുണ്ട്. നമുക്കത് വേവിക്കണം ആദ്യം. അപ്പോൾ നമുക്കത് വേവിക്കാനായിട്ട് പോവാം. പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ചു. അപ്പോൾ ഞാൻ പാസ്ത അതിലിടാം. അതിൽ കുറച്ച് ഉപ്പിടണം. പാസ്ത വേവട്ടെ കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ ബാറ്റർ ശരിയാക്കണം. അതിന് ഞാൻ ഒരു മുട്ട വെച്ചിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്താണ് കേട്ടോ, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പെടുത്തുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2-3 സ്പൂൺ മൈദപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കുക. നന്നായി മിക്സ് ആക്കണം. ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്തു. അത് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലിടണം. നന്നായി ഇളക്കാം. നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വീത്തിണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൈ ഇടാനായിട്ട് പാസ്ത ഇടുന്നു, ഫ്രൈ ആവാനായിട്ട്. അപ്പോൾ ഞാൻ പാസ്ത അതിലിട്ടിട്ടുണ്ട്. കുറച്ചിട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നല്ലോണം ഒട്ടി പിടിക്കുന്ന വിചാരിച്ചിട്ടേ. അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച പാസ്ത നന്നായി ഫ്രൈ ആയി. അത് ഞാൻ എടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്ത പാസ്ത ഞാൻ എടുക്കാം. ചെറുതായിട്ട് അതിൽ വെളുത്തുള്ളി ഇടാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നു. നന്നായി മുരിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത പാസ്തയിലിടാനാ. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നന്നായി ചെറുതായി അരിയണം കേട്ടോ. വെളുത്തുള്ളി നന്നായി ഫ്രൈ ആയി. അത് ഞാൻ ഇതിൻ്റെ മുകളിലിടുന്നു. നമ്മളിപ്പോൾ മസാല കപ്പലണ്ടി മേടിക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത മക്രോണി പാസ്ത റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിച്ചോളാം. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.